ഹലോ. ഓക്കെ, നമുക്കിന്ന് ഡേ 2 കീം 2024 ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ഡേ 1 എനിക്ക് മനസ്സിലായെന്ന് തോന്നുന്നല്ലേ, ഡൗട്ടുള്ളൊരു പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇത് ഡേ 2 ആണ്. അപ്പോൾ ഡേ 2 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. സപ്പോസ് 50 gram ഓഫ് വാട്ടർ അറ്റ് 50 degree Celsius ഈസ് ഹീറ്റഡ് ടു 60 degree Celsius. അപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ ചേഞ്ച് 50 60 പോകുന്നത് അല്ലേ. എത്ര മാസ് എത്രയാണ്? 50 gram ആണ്. ഇഗ്നോറിങ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ. ദ ചേഞ്ച് ഇൻ ദ ഇൻറ്റേർണൽ എനർജി ഈസ് നിയർലി. അപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇൻറ്റേർണൽ എനർജീൻ്റെ ഫോർമുല നമുക്ക് എഴുതാം. ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു എം സി ഇൻറ്റു ഡെൽറ്റ ടി. എം എസ് എന്ന് എഴുതാം, അല്ലെങ്കിൽ എം സി എന്ന് എഴുതാം. ആണ്. അപ്പോൾ ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു എം സി ഇൻറ്റു ഡെൽറ്റ ടി എന്ന് എഴുതാം. മാസ് തന്നിട്ടുണ്ട്. എത്രയാണ്? 50 gram ആണ് മാസ്. ഇപ്പോൾ 50 gram ആണെങ്കിൽ നമ്മൾ ഗ്രാമിന് എന്ത് ചെയ്യണം? കിലോഗ്രാം ആക്കണം. അപ്പോൾ 50 ഇൻറ്റു 10⁻³ ഇൻറ്റു സി എന്നുള്ളത് സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ ആണ്. 4180 മൾട്ടിപ്ലൈ ബൈ ഡെൽറ്റ ടി. ഡെൽറ്റ ടി എന്നുള്ളത് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ്. അപ്പോൾ ടെമ്പറേച്ചർ നമുക്ക് 50 60 ചേഞ്ച് ചെയ്യണത് അല്ലേ. അതായത് 60 - 50 എന്താണ്? 10 ആണ്. സോ ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ എനിക്ക് ആൻസർ കിട്ടും 2090 എന്ന് കിട്ടും. ആണോ? ഡയറക്റ്റ് ഫോർമുലയാണ്. അപ്പോൾ ഇൻറ്റേർണൽ എനർജീൻ്റെ ഫോർമുല എം സി ഇൻറ്റു ഡെൽറ്റ ടി. സി എന്നുള്ളത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയാണ്. അവിടെ തന്നിട്ടുണ്ട് 4180 തന്നിട്ടുണ്ട്. ഡെൽറ്റ ടി എന്നുള്ളത് ചേഞ്ച് ഇൻ ടെമ്പറേച്ചറാണ്. അത് 10 ആണ്. അപ്പോൾ ആൻസർ എത്രയാണ്? 2090 ജൂൾ. ആണോ? ക്ലിയർ ആണല്ലോ? അതിൽ സംശയമൊന്നുമില്ലല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. എ ഹൈപ്പോത്തറ്റിക്കൽ ഗ്യാസ് എക്സ്പാൻഡ്സ് അഡിയബാറ്റിക്കലി സച്ച് ദാറ്റ്. അഡിയബാറ്റിക്കലി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അഡിയബാറ്റിക് പ്രോസസ്സ് എന്താണ്? അഡിയബാറ്റിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ PV⁻γ ഈക്വൽ ടു കോൺസ്റ്റന്റ്. അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ആ പ്രോസസ്സ് അങ്ങ് നമുക്ക് സൈഡിൽ എഴുതാം അല്ലേ. PV⁻γ ഈക്വൽ ടു കോൺസ്റ്റന്റ്. എ ഹൈപ്പോത്തറ്റിക്കൽ ഗ്യാസ് എക്സ്പാൻഡ്സ് അഡിയബാറ്റിക്കലി such that its volume changes from 16 liters to 81 liters. And its ratio of the final pressure of the gas to its initial pressure 243:32. അപ്പോൾ വോളിയം തന്നിട്ടുണ്ട് 16 ലിറ്ററിന് 81 ലിറ്ററിലും. പ്രഷർ വന്നിട്ട് ഫൈനൽ ടു ഇനിഷ്യൽ തന്നിരിക്കുന്നു. ഫൈനൽ പ്രഷർ 243 ഇനിഷ്യൽ 32 ആണ്. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ. വാട്ട്സ് ദ റേഷ്യോ ഓഫ് CP/CV ആണ് ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ നമുക്കറിയാം ഗാമ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് ഗാമ? ഗാമ ഈസ് നത്തിങ് ബട്ട് CP/CV. അപ്പോൾ നമുക്ക് ഗാമ കാൽക്കുലേറ്റ് ചെയ്താൽ മതി അല്ലേ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഫോർമുല എഴുതാം. P1 V1⁻γ ഈസ് ഈക്വൽ ടു P2 V2⁻γ എന്ന് എഴുതാം. ഇത് ആണോ? ക്ലിയർ ആണോ? ഇനി അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ എനിക്കൊന്ന് മോഡിഫൈ ചെയ്യാം അല്ലേ. P1 V1⁻γ ഈക്വൽ ടു P2 V2⁻γ എനിക്കിങ്ങനെ എഴുതിക്കൂടെ? V1/V2⁻γ ഈസ് ഈക്വൽ ടു P2/P1 ഈക്വൽ ടു P2/P1. ഞങ്ങളുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. V1 തന്നിട്ടുണ്ട് 16, V2 81 ആണ്. γ ഈസ് ഈക്വൽ ടു P2 243 P1 32 ആണ്. അല്ലേ. ഇനി 16 നമുക്ക് എങ്ങനെ എഴുതാം? 2⁻4 എന്ന് എഴുതാം. 81 3⁻4 എന്ന് എഴുതാം. 243 എന്നുള്ളത് 3�5 ആണ്. 32 എന്നുള്ളത് 2�5 ആണ്. ഇത് ആണോ? ക്ലിയർ ആണോ? ശരി. ദിസ് ഇംപ്ലൈസ് നമുക്ക് എങ്ങനെ എഴുതാം? 2/3 ഇൻറ്റു ഗാമ എന്ന് എഴുതാം. ശരിയല്ലേ? രണ്ടിനും ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിനും പവർ സെയിം ആണ്, 4 ആണ്. അപ്പോൾ നമ്മളെ ഫോർമുല A⁻m⁻n. ഫോർമുല എന്താണ്? A⁻m × n ആണ് ഫോർമുല. ക്ലിയർ അല്ലേ? അതാണ് ഞാൻ 2/3 ഗാമ എന്ന് എഴുതി. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 3/2 ടൈംസ് ഓഫ് 5 ആണ് അല്ലേ. ക്ലിയർ അല്ലേ? ഇവിടെ 2/3, ഇവിടെ 3/2 ആണ്. അതെനിക്ക് ജസ്റ്റ് ഒന്ന് റിവേഴ്സ് ചെയ്ത് എഴുതാം അല്ലേ. എങ്ങനെ എഴുതാം? 2/3 ഗാമ ഈസ് ഈക്വൽ ടു ഇവിടെ 2/3 -5 എന്ന് വരും. അത്രയേ ഉള്ളൂ. ക്ലിയർ അല്ലേ? അപ്പോൾ രണ്ടിൻ്റെയും പവർ നമുക്ക് ഇക്വേറ്റ് ചെയ്താൽ മതി. ബിക്കോസ് 2/3 റൈറ്റ് ഹാൻഡ് സൈഡും ലെഫ്റ്റ് ഹാൻഡ് സൈഡും സെയിം ആണ്. അപ്പോൾ 4 ഇൻറ്റു ഗാമ ഈസ് ഈക്വൽ ടു -5. അപ്പോൾ ഗാമ ഈക്വൽ ടു -5/4. അപ്പോൾ ഗാമ ഈക്വൽ ടു 5/4 ആണ് ആൻസർ. ക്ലിയർ അല്ലേ? അപ്പോൾ ഓപ്ഷൻ ബി ആണ്. ഇത് ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 3 moles of a helium gas. 3 moles of a helium gas are taken over a cycle ABCDA as shown in the figure. അല്ലേ. ഒരു പ്രഷർ, അതായത് പ്രഷറും ടെമ്പറേച്ചറും പ്ലോട്ടിൽ ഒരു PV ഡയഗ്രാം അല്ല, പ്രഷർ ടെമ്പറേച്ചർ പ്ലോട്ടിൽ ഒരു പ്രോസസ്സ് പറഞ്ഞിട്ടുണ്ട്.
3 മോൾസ് ഓഫ് ഹീലിയം ഗ്യാസ് ആണ്. അതിൻ്റെ അർത്ഥം n is equal to 3. നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? 3 തന്നിട്ടുണ്ട് അല്ലേ? പ്രഷർ ടെമ്പറേച്ചർ പ്ലോട്ടാണ്. അസ്യൂം ദ ഗ്യാസ് ഈസ് ഐഡിയൽ ഗ്യാസ്. അപ്പോൾ ഐഡിയൽ ഗ്യാസ് ആണെങ്കിൽ തന്നെ നമുക്ക് എഴുതാം PV ഈക്വൽ ടു nRT ആണ് അല്ലേ? അപ്പോൾ ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നത് PV ഈക്വൽ ടു nRT ആണ്. അങ്ങനെയാണെങ്കിൽ ദ വർക്ക് ഡൺ ഓൺ ദ ഗ്യാസ് ഇൻ ടേക്കിംഗ് ഇറ്റ് ഫ്രം സ്റ്റേറ്റ് A ടു സ്റ്റേറ്റ് B. അപ്പോൾ വർക്ക് ഡൺ എനിക്ക് A ടു B മാത്രം മതി, റിമൈനിങ് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ക്വസ്റ്റ്യൻ A ടു B ആണ് ക്വസ്റ്റ്യൻ അല്ലേ? ക്ലിയർ ആണോ? അപ്പോൾ നമുക്ക് ഫോർമുല PV ഈക്വൽ ടു എന്തായിട്ട് എഴുതാം? nRT എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ഇനി നമുക്കിത് ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഫോർമുല എന്താണ്? വാട്ട് ഈസ് വർക്ക് ഡൺ? വർക്ക് ഡൺ ഇസ് നത്തിങ് ബട്ട് P ഇൻറ്റു V, പ്രഷർ ഇൻറ്റു വോളിയം. തെർമോഡൈനമിക്സിൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ പ്രഷർ ഇൻറ്റു വോളിയം ആണ്. അപ്പോൾ PV ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? nRT എന്ന് എഴുതാം. ഓക്കെ അല്ലേ? എന്നിൻ്റെ വാല്യൂ 3 ആണ്. ബിക്കോസ് ഇവിടെ 3 മോൾസ് ഓഫ് ഹീലിയം ഗ്യാസ് ആണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. 3 മോൾസ് ഓഫ് ഹീലിയം ഗ്യാസ് ഞാൻ 3 എന്ന് എടുത്ത് R ഇൻറ്റു T എന്ന് എടുക്കാം. T എന്നുള്ളത് ഇവിടെ ഡെൽറ്റ T ആണ്. ഇവിടെ ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്. ഇവിടെ T എന്ന് പറയുന്നത് ഡെൽറ്റ T ആണ്. അപ്പോൾ ഇവിടെ ഫൈനൽ ടെമ്പറേച്ചർ എത്രയാണ്? 470. A ടു Bയിൽ ബീൻ്റെ ടെമ്പറേച്ചർ കണ്ടോ? 470യും ഇനിഷ്യൽ എത്രയാണ്? 270 ആണ്. അപ്പോൾ 470 മൈനസ് 270 ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇവിടെ നോക്കി. അപ്പോൾ W ഈക്വൽ ടു PV ഈക്വൽ ടു nRT. സോ 3R ഇൻറ്റു 470 മൈനസ് 270. 470 മൈനസ് 270 എന്നുള്ള എത്രയാണ്? 200 ആണ്. അപ്പോൾ 200 ഇൻറ്റു 3 എത്രയാണ്? 600R. അപ്പോൾ ആൻസർ 600R. ഇതൊക്കെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ പ്രൊജക്ടൈലിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് വരാം. 2 projectiles P1 and P2 തന്നിട്ടുണ്ട് അല്ലേ? ത്രോൺ വിത്ത് ദ സ്പീഡ് ഇൻ ദ റേഷ്യോ √3:√2 അറ്റൈൻ ദ സെയിം ഹൈറ്റ് ഡ്യൂറിങ് ദ മോഷൻ. അപ്പോൾ രണ്ടും ഒരേ ഹൈറ്റ് ആണ് അച്ചീവ് ചെയ്യണം. അപ്പോൾ ഹൈറ്റിൻ്റെ ഫോർമുല എഴുതുക. ഹൈറ്റിൻ്റെ ഫോർമുല എന്താണ്? U² sin² θ/g ആണ് ഫോർമുല ഇല്ലേ? രണ്ടും ഒരേ ഹൈറ്റ് അറ്റൈൻ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൈറ്റ് കോൺസ്റ്റൻ്റ് ആയിട്ട് മാറും ഇല്ലേ? ഹൈറ്റ് കോൺസ്റ്റൻ്റ് ആണ്, 2g കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്കിവിടെ നിന്ന് എന്താ എഴുതാൻ പറ്റുന്നത്? U² sin² θ ഈക്വൽ ടു 1 എന്ന് എഴുതാം. അല്ലെങ്കിൽ U² ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/sin² θ, അല്ലെങ്കിൽ U ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു sin θ. അപ്പോൾ ഇതായിരിക്കും നമ്മളെ ഫോർമുല. ക്ലിയർ ആണോ? അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ രണ്ടിൻ്റെ ഹൈറ്റ് സെയിം ആണെങ്കിൽ നമ്മളെ റിലേഷൻ എന്തായിരിക്കും? U ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/sin θ. ഓക്കെ അല്ലേ? U ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/sin θ ആണെങ്കിൽ എനിക്കിവിടെ U1/U2 ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? sin θ2/sin θ1 എന്ന് എഴുതാം. ഇത് എഴുതുന്നത് മനസ്സിലായോ? കാരണം U എന്നുള്ളത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു sin θ അല്ലേ? അപ്പോൾ U1 എന്ന് പറഞ്ഞാൽ U1/U2 എന്ന് പറഞ്ഞാൽ sin θ2/sin θ1. ഇത് മനസ്സിലാവണുണ്ടോ? മനസ്സിലായോ? ഇപ്പോൾ P2 ഈസ് ത്രോൺ അറ്റ് എൻ ആംഗിൾ 60 ഡിഗ്രി. അപ്പോൾ P2 എന്നുള്ളത് θ2 എന്ന് എടുക്കാം. ആംഗിൾ 60 ഡിഗ്രിയാണ്. അപ്പോൾ ആംഗിൾ ഓഫ് P1 ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ sin 60/sin θ1 എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? ഇനി ഇവിടെ 2 പ്രൊജക്റ്റൈൽ വെലോസിറ്റി തന്നിട്ടുണ്ട്. P1 എന്നുള്ളത് U1 ആണ്. അപ്പോൾ ഞാൻ അതിനെ √3 എന്ന് എടുക്കാമേ. P2 എന്നുള്ളത് U2 ആണ്. അതിൻ്റെ വെലോസിറ്റി √2 ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ sin 60ൻ്റെ വാല്യൂ എത്രയാണ്? അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് എഴുതാൻ പറ്റും വാട്ട് ഈസ് sin θ1. sin θ1 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ sin 1 ഇസ് ഈക്വൽ ടു sin 60 ഇൻറ്റു √2/√3 എന്ന് വരും. ക്ലിയർ അല്ലേ? √2/√3 എന്ന് വരും. sin θ1 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. sin θ1 ഇസ് ഈക്വൽ ടു sin 60 ഇൻറ്റു √2/√3. സോ വാട്ട് ഈസ് sin 60? sin 60 ഈസ് നത്തിങ് ബട്ട് √3/2 ഇൻറ്റു √2/√3. √3 ക്യാൻസൽ ആവും. √2/2 എന്നുള്ളത് എന്തായിട്ട് മാറും? 1/√2 ആയിട്ട് മാറും അല്ലേ? അപ്പോൾ sin θ1 ഇസ് ഈക്വൽ ടു 1/√2 ആണെങ്കിൽ θ1 എന്നുള്ളത് sin ഇൻവേഴ്സ് 1/√2. വാട്ട് ഈസ് sin ഇൻവേഴ്സ് 1/√2? 45 ഡിഗ്രിയാണ്. ഇത് ഓക്കെ ആണോ? ഇതൊരു ക്ലിയർ ആണല്ലോ? ശരി, ഓക്കെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കൊള്ളണേ. ഇത് ക്ലിയർ അല്ലേ? ശരി, നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ റേഞ്ച് ആൻഡ് ഹൈറ്റ് ഓഫ് എ 2 projectiles projected with the same initial velocity at angles 42 degree and 48 degree. അപ്പോൾ ഒന്ന് 42 ഒന്ന് 48 ആണ് അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ സപ്പോസ് ഞാൻ ഒന്നിനെ തീറ്റയെന്ന് എടുത്തു കഴിഞ്ഞാൽ അടുത്ത ആംഗിൾ എത്രയായിരിക്കും? 90 മൈനസ് തീറ്റ ആയിരിക്കും. ശരിയല്ലേ? ഇപ്പോൾ ഞാൻ തീറ്റ 42 എന്ന് എടുത്തെന്ന് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ 48 എന്നുള്ളത് എങ്ങനെ എടുക്കാം? 90 മൈനസ് തീറ്റ അല്ലേ 48? ഓക്കെ ആണോ? അപ്പോൾ ഇതൊരു കണ്ടീഷനാണ്. അപ്പോൾ ഞാനൊരു പ്രൊജക്റ്റൈലിനെ തീറ്റയിലും 90 മൈനസ് തീറ്റയിലാണ് പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ എൻ്റെ റേഞ്ച് സെയിം ആയിരിക്കും കേട്ടോ. ഈ കൺക്ലൂഷൻ എഴുതി വയ്ക്കുക കേട്ടോ. അപ്പോൾ ഒരു ആംഗിൾ 42 ഒരു ആംഗിൾ 48 എന്ന് പറയുന്നത് ഒന്ന് തീറ്റയാണെങ്കിൽ അടുത്ത ആംഗിൾ എന്താണ്? 90 മൈനസ് തീറ്റ. 90 മൈനസ് 42 എന്താണ്? 48 ആണ് അല്ലേ? അപ്പോൾ ഒന്ന് തീറ്റയും ഒന്ന് 90 മൈനസ് തീറ്റയാണെങ്കിൽ റേഞ്ച് സെയിം ആണ്.
ഓക്കെ, അപ്പോൾ റേഞ്ച് സെയിം ആണെങ്കിൽ രണ്ട് കണ്ടീഷനിലും R1 ഇസ് ഈക്വൽ ടു R2 ആണ്. ഇനി ഹൈറ്റ് ആണ് ക്വസ്റ്റ്യൻ. ഹൈറ്റിൻ്റെ ഫോർമുല എന്താണ്? H ഇസ് ഈക്വൽ ടു നമ്മളിപ്പോൾ നോക്കിയായിരുന്നു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g ആണ് ഹൈറ്റിൻ്റെ ഫോർമുല അല്ലേ. അപ്പോൾ ആംഗിൾ വെച്ച് പറയുകയാണെങ്കിൽ യു സ്ക്വയറും ജിയും കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്ക് ഹൈറ്റ് എങ്ങനെ എഴുതാം? ഹൈറ്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സൈൻ സ്ക്വയർ തീറ്റ എന്ന് എഴുതാം. മനസ്സിലാവുന്നുണ്ടോ? ഹൈറ്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സൈൻ സ്ക്വയർ തീറ്റ ആണെങ്കിൽ ഇവിടെ 42 എന്ന് പറയുന്നത് സൈൻ സ്ക്വയർ 42 ഇല്ലേ, അതിൻ്റെ വാല്യൂ എന്തായിരിക്കും? 48-നെക്കാട്ടിലും കുറവായിരിക്കും. അങ്ങനെയല്ലേ? ക്ലിയർ ആണോ? മനസ്സിലാവുണ്ടോ? ബിക്കോസ് സൈൻ്റെ ആംഗിൾസ് എടുക്കുമ്പോൾ 0, 1/2, 1/√2, √3/2, 1. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് കുറഞ്ഞ് അവസാനം കൂടി പോവുകയാണ് അല്ലേ, അതാണ് സൈൻ ആംഗിൾ. അപ്പോൾ 42-നെക്കാട്ടിലും വാല്യൂ കൂടുതൽ 48-നാണ്. അതിൻ്റെ അർത്ഥം ഹൈറ്റ് ഫസ്റ്റ് വണ്ണിൻ്റെ H1 വാല്യൂ എന്തായിരിക്കും? <H2 ആയിരിക്കും. അപ്പോൾ ഇത് ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇത് ക്ലിയർ അല്ലേ? 8ാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ശരി. ഇനി അടുത്തത്, എ പാർട്ടിക്കിൾ ഈസ് ട്രാവലിംഗ് അലോങ് ദി എക്സ് ആക്സിസ് വിത്ത് ഇറ്റ്സ് കോർഡിനേറ്റ് വിത്ത് ടൈം ഗിവൺ ബൈ എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു 10 + 80. അപ്പോൾ ഒരു കോർഡിനേറ്റ് തന്നിട്ടുണ്ട്. ആ കോർഡിനേറ്റിൽ തന്നെ കാണിച്ചിട്ടുണ്ട് അത് ട്രാവലിംഗ് ഇൻ ദ എക്സ് ആക്സിസ് എന്ന്. ഇപ്പോൾ എക്സ് ആക്സിസ് എന്ന് പറയുമ്പം നമ്മൾ വെക്ടറിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഐ ക്യാപ്പാണ്. അനദർ പാർട്ടിക്കിൾ ഈസ് ട്രാവലിംഗ് ഇൻ ദ വൈ ഡയറക്ഷൻ. വൈ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ അത് ട്രാവൽ ചെയ്യണത് നമുക്ക് ജെ ക്യാപ്പ് എന്ന് എടുക്കാം വെക്ടർ നൊട്ടേഷൻ. ആ ടി ഈക്വൽ ടു 1 സെക്കൻഡ്. The speed of the second particle as measured in the frame of the first particle is given by √v, then v. അപ്പോൾ റിസൾട്ടിൻ്റെ വെലോസിറ്റിയാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് എളുപ്പമാണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് തന്നാൽ നമുക്ക് എങ്ങനെ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക? അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി ഇല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് നമ്മളെ ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ. ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് u(t) എന്നിടാം. അത് ഞാൻ എന്തുകൊണ്ട് യു എന്ന് എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ആക്സിസിലുള്ള വെലോസിറ്റിനെ ഞാൻ യു എന്ന് എടുത്ത് അത്രയേ ഉള്ളൂ. അപ്പോൾ u(t) എന്നുള്ളത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. 10നെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 0 കിട്ടും. 8t 8 ആയിട്ട് മാറും. -3t² -6t. ഞാൻ ഐക്യാപ്പിട്ട്. എന്തുകൊണ്ട് ഐക്യാപ്പിട്ടത്? കാരണം അത് എക്സ് ആക്സിസ് എന്ന് കാണിക്കാനാണ്. ഓക്കെ അല്ലേ? ഇനി അടുത്ത രണ്ടാമത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? 5 - 8t³ ആണ്. അതിനെ ഞാൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറാണ് -24. 5 0 അല്ലേ, -24tj എന്ന് കിട്ടും. ക്ലിയർ ആണോ? ഇതുവരെ ഓക്കെ ആണോ? ഓക്കെ. അപ്പോൾ v(t) -24, 8 × 3 ആണ്. അപ്പോൾ 8 16 24 × t. ഇവിടെ ഒരു സ്ക്വയറും കൂടെ ഉണ്ട്, ഞാൻ വിട്ടു. ഓക്കെ, t²j എന്ന് കിട്ടും. ഇതുവരെ ക്ലിയർ ആണോ? ആർക്കും ഡൗട്ട് ഉണ്ടോ? അപ്പോൾ രണ്ട് ഡിസ്പ്ലേസ്മെൻറ്റ് വന്നിട്ടുണ്ട്. രണ്ട് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഒന്ന് എക്സ് ആക്സിസിലും ഒന്ന് വൈ ആക്സിസിലും. അപ്പോൾ ഞാൻ അതിന് എന്ത് ചെയ്ത് വെലോസിറ്റി ഇൻ എക്സ് ഡയറക്ഷനും കണ്ടുപിടിക്കുകയാണ്, വെലോസിറ്റി ഇൻ വൈ ഡയറക്ഷനും കണ്ടുപിടിക്കുകയാണ്. അത്രയേ ഉള്ളൂ. ക്ലിയർ അല്ലേ? അപ്പോൾ ഒന്ന് x(t) എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ എക്സ് ഡയറക്ഷൻ, y(t) എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ വൈ ഡയറക്ഷൻ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് ഡയറക്ഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നമുക്ക് വെലോസിറ്റി ഇൻ എക്സ് ഡയറക്ഷൻ കണ്ടുപിടിക്കാം. വൈ എന്നുള്ള ആ കോർഡിനേറ്റിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വെലോസിറ്റി ഇൻ വൈ ഡയറക്ഷൻ കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ 5ൻ്റെ ഡിഫറൻസിയേഷൻ 0. 5 - 8t³ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 0 - 8 × 3 എത്രയാണ്? 24 × t² എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ ടീൻ്റെ വാല്യൂ 1 ആണ് തന്നിട്ടുള്ളത്. എല്ലാവർക്കും സംശയമുണ്ടോ? ഇനി നമുക്ക് റിസൾട്ടൻ്റ് വേണം. അപ്പോൾ നമുക്ക് രണ്ട് വെലോസിറ്റി കിട്ടിയില്ല. അപ്പോൾ ഞാൻ u(t) എന്നുള്ളത് എനിക്ക് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുക്കാം, v(x) എന്ന് എടുക്കാം. അപ്പോൾ എനിക്ക് ഡൗട്ട് മാറിക്കിട്ടും. അടുത്ത് ഇത് വന്നിട്ട് ഞാൻ vy എന്ന് എടുക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ റിസൾട്ടൻ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഫോർമുല എങ്ങനെ എടുക്കാം? √(vx² + vy² എന്ന് എടുക്കാം. ഓക്കെ അല്ലേ? ടീൻ്റെ വാല്യൂ 1 ആണ്. ടീൻ്റെ ടൈം 1 സെക്കൻഡ് തന്നിട്ടുള്ളത്. അപ്പോൾ 8 - 6 എന്താണ്? 2. അപ്പോൾ 2² എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ടീൻ്റെ വാല്യൂ 1 ആയതുകൊണ്ട് 24² + 24². അപ്പോൾ √58 കിട്ടും. √58 എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 24 എന്ന് എടുക്കാം ആൻസർ. ക്ലിയർ അല്ലേ? ഇപ്പോൾ ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ ആൻസർ 24 ആണ്. ഇതൊരു ജെ പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുന്നുള്ളൂ. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ശരി. അടുത്ത് നമ്മൾ റൊട്ടേഷൻ ഡൈനാമിക്സിൻ്റെ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇതാണെങ്കിൽ നോക്കി, എ സർക്കുലർ ഡിസ്ക് ഓഫ് റേഡിയസ് ആർ. അപ്പോൾ സർക്കുലർ ഡിസ്ക് ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുക. സർക്കുലർ ഡിസ്ക് ഓഫ് റേഡിയസ് r/2 is removed from a bigger disk of radius r such that the circumference of the two disk coincide. അത്ര അറിഞ്ഞാൽ മതി. അവിടെ നിങ്ങളിൽ ഒരു ഡിസ്ക് ഉണ്ട്, വലിയ ഡിസ്ക് ഉണ്ട്. ഈ ഡിസ്ക് കണ്ടല്ലോ, ഈ ബിഗ്ഗർ ഡിസ്കിൻ്റെ റേഡിയസ് 6 ആണ്. ഇതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇതിൻ്റെ വലിയതിൻ്റെ റേഡിയസ് 6 ആണ്. അപ്പോൾ ഇതിന്ന് ഞാൻ വേറൊരു ഡിസ്ക്, ആ ഡിസ്കിൻ്റെ റേഡിയസ് എന്നുള്ളത് ഈ ചെറിയ ഡിസ്ക്, അതിൻ്റെ റേഡിയസ് എന്താണ്? r/2. അപ്പോൾ r/2 എന്നുള്ള ഡിസ്കിനെ ഞാൻ അവിടെ നിന്ന് കട്ട് ചെയ്തെടുത്ത് മാറ്റി.
അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റിമൈനിങ് സെൻറ്റർ ഓഫ് മാസ്, അപ്പോൾ കട്ട് ചെയ്തെടുത്ത് മാറ്റുവാണെങ്കിൽ ഈ സെൻറ്റർ ഓഫ് മാസിന് ഭയങ്കര എളുപ്പമുള്ള ഫോർമുലയാണ്. അപ്പോൾ സെൻറ്റർ ഓഫ് മാസിൻ്റെ ഫോർമുല നമുക്കറിയാം, എച്ച് ഇസ് ഈക്വൽ ടു നമ്മൾ എങ്ങനെ എഴുതും, m1h1 കട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു മൈനസ് കൊടുക്കുക, അത്രേ ഉള്ളൂ, ഡിവൈഡ് ബൈ m1 മൈനസ് m2. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? കട്ട് ചെയ്ത് മാറ്റുമ്പോൾ മൈനസ് കൊടുക്കുക. അല്ലാതെ നമ്മൾ സെൻറ്റർ ഓഫ് മാസിൻ്റെ ഫോർമുല m1h1 പ്ലസ് m2h2 ഡിവൈഡ് ബൈ m1 പ്ലസ് m2 ആണ്. അപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് മാറ്റിയതുകൊണ്ട് m1h1 മൈനസ് m2h2 ഡിവൈഡ് ബൈ m1 മൈനസ് m2. ഇവിടെ മാസസിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. മാസ് പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ ഫോർമുല ഏരിയ ആയിട്ട് എഴുതിയാൽ മതി. അപ്പോൾ a1h1 മൈനസ് a2h2 ഡിവൈഡ് ബൈ a1 മൈനസ് a2. ക്ലിയർ അല്ലേ? ഇനി എന്താണ് h1, എന്താണ് h2? അപ്പോൾ ഞാൻ ഇവിടെ നോക്കിയേ, ഇതിൻ്റെ നമ്മളെ കോർഡിനേറ്റ് ആക്സിസ് പാസ് ചെയ്യുന്നത് ഒറിജിനിലോട്ടാണ്, 0 0. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ വലിയ ഡിസ്കിൻ്റെ സെൻറ്റർ കോർഡിനേറ്റ് 0 0 ആണ്. അപ്പോൾ ചെറിയ ഡിസ്കിൻ്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് x ആക്സിസ് r/2, y ആക്സിസ് 0. മനസ്സിലായി? ബിക്കോസ് ഈ സെൻറ്ററിൽ നിന്ന് ഈ സ്മോളർ ഡിസ്കിൻ്റെ ഡിസ്റ്റൻസ് വന്നിട്ട് r/2 ആണ്. ക്ലിയർ ആണോ? അപ്പോൾ നമുക്ക് വലിയ ഡിസ്കിൻ്റെ കോർഡിനേറ്റ് 0 0, ആ ചെറിയ ഡിസ്കിൻ്റെ കോർഡിനേറ്റ് r/2, 0. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അതിൽ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഫസ്റ്റ് A1 എന്നുള്ള ബിഗ്ഗർ ഏരിയ ഇല്ലേ ഡിസ്ക് നമുക്ക് πr² എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ π ഇൻറ്റു r² ഇൻറ്റു അതിൻ്റെ കോർഡിനേറ്റ് 0 ആണ്, മൈനസ് സ്മോളർ വണ്ണിൻ്റെ ഏരിയ എന്താണ്, π ഇൻറ്റു റേഡിയസ് എന്താണ്, r/2 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു അതിൻ്റെ കോർഡിനേറ്റ് എന്താണ്, r/2 ഡിവൈഡ് ബൈ a1 മൈനസ് a2. a1 എന്താണ്, πr². വാട്ട് ഈസ് a2? π ഇൻറ്റു r/2 ദ ഹോൾ സ്ക്വയർ. കാരണം നമ്മൾ കട്ട് ചെയ്ത ഡിസ്കിൻ്റെ റേഡിയസ് എന്നുള്ളത് r/2 ആണ്. ഇതിൽ ഓക്കെ ആണോ? ഇതൊരു ക്ലിയർ ആണ്. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുക. ഈ സിംപ്ലിഫിക്കേഷൻ ഞാൻ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വലിയ ടഫൊന്നുമില്ല. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് വൺ നമുക്കറിയാം, ഈ πr² ഇൻറ്റു 0, 0 ആയി പോവും. ഇനി r2 ഇൻറ്റു π ഇൻറ്റു r/2 ദ ഹോൾ സ്ക്വയർ എന്താണ്, r²/4 എന്ന് എടുക്കാം. πr² മൈനസ് πr²/4 എന്താണ്, 3πr²/4 ആണ്. ഇതെല്ലാം ക്യാൻസൽ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ -r/6. ഇത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് -r/6 എന്ന് പറയുന്നത് ബീറ്റ ഇൻറ്റു r ആണെന്ന്. ഓക്കെ, ഇപ്പോൾ -r/6 എന്നുള്ളത് ബീറ്റ ഇൻറ്റു r ആണ്. ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ബീറ്റ? അപ്പോൾ ബീറ്റയുടെ വാല്യൂ എന്താണ്, 1/6. ഓക്കെ ആണോ? ക്ലിയർ ആണോ? എല്ലാവർക്കും സംശയമുണ്ടോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ 37ാമത്തെ ക്വസ്റ്റ്യൻ. 2 ബ്ലോക്സ് ഓഫ് മാസസ് 20 കിലോഗ്രാം ആൻഡ് 50 കിലോഗ്രാം. അപ്പോൾ 2 മാസസ് 20യും 50യും മാർക്ക് ചെയ്ത് അതിൻ്റെ കോർഡിനേറ്റ് അവർ തന്നിട്ടുണ്ട് 0 0, 50ൻ്റെ കോർഡിനേറ്റ് 0, y. ഓക്കെ, അപ്പോൾ ഞാൻ സെൻറ്റർ ഓഫ് മാസിൻ്റെ ഫോർമുല എഴുതാം, y എന്ന് എഴുതാം. കാരണം എക്സിൻ്റെ വാല്യൂ രണ്ടിടത്തും 0 ആണ്. അപ്പോൾ ഞാൻ y-ൻ്റെ സെൻറ്റർ ഓഫ് മാസ് കണ്ടുപിടിച്ചു. അപ്പോൾ y ഈസ് ഈക്വൽ ടു 20 ഇൻറ്റു 0 പ്ലസ് ഫോർമുല മനസ്സിലായല്ലോ, m1h1 പ്ലസ് m1y1 പ്ലസ് m2y2 ബൈ m1 പ്ലസ് m2. ക്ലിയർ അല്ലേ? y ഈസ് ഈക്വൽ ടു അതിനെ ഞാൻ ഫോർമുല മേളിൽ എഴുതാം, m1y1 പ്ലസ് m2y2 ബൈ m1 പ്ലസ് m2. അപ്പോൾ നമുക്ക് y കിട്ടി. ഇനി ക്വസ്റ്റ്യൻ ഇവർ ചോദിക്കുന്നത് 20 കിലോഗ്രാം എന്നുള്ള മാസിന് ഞാൻ 5 സെൻറ്റിമീറ്റർ മൂവ് ടു വേർഡ്സ് ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ കോർഡിനേറ്റ് ഒന്ന് മാറും. അപ്പോൾ ഈ ഡയഗ്രാം ഞാൻ വരയ്ക്കുവാണെങ്കിൽ ഇപ്പോൾ 20ൻ്റെ കോർഡിനേറ്റ് എന്തായിട്ടോ, എക്സ് ആക്സിസ് എത്രയാണ്, 5 അങ്ങോട്ട് നീങ്ങി. അങ്ങനെയാണെങ്കിൽ 50ൻ്റെ കോർഡിനേറ്റ് എന്തായിരിക്കും എന്നാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എക്സ് ആക്സിസിലാണ് ഡിസ്റ്റൻസ് ഇസ് മൂവ്ഡ് എലോങ് ദ ലൈൻ അബൌട്ട് ദ 5 സെൻറ്റിമീറ്റർ ഇല്ലേ? അങ്ങനെയാണെങ്കിൽ ദ ഡിസ്റ്റൻസ് ത്രൂ വിച്ച് വാട്ട് വിൽ ഹാപ്പൻസ് ടു യുവർ y ബ്ലോക്ക്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയാൽ y ഡയറക്ഷൻ അല്ലേ അവർ തന്നിട്ടുള്ളൂ. അപ്പോൾ ഞാൻ y ഡയറക്ഷൻ തന്നെ മാർക്ക് ചെയ്യാം. അപ്പോൾ y ഡയറക്ഷൻ ബിക്കോസ് x 0 എടുത്തിരിക്കുക, അപ്പോൾ y ഡയറക്ഷനിലേക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ 0,5. അപ്പോൾ 20നെ ഞാൻ എത്രയാണ്, 5 ഫ്രണ്ടിലേക്ക് മാറ്റി. 5 ഫ്രണ്ടിലേക്ക് മാറ്റിയാൽ ഈ 50ൽ ഒയ്ക്ക് എന്ത് സംഭവിക്കും, ഒയ്ക്ക് ഒരു ചെറിയ മാറ്റം ഉണ്ടാവും. ആ ഒയിനെ ഞാൻ y പ്ലസ് y ഡാഷ് എന്ന് എടുക്കാം. ക്ലിയർ അല്ലേ? ഇത് മനസ്സിലായോ? ഇപ്പോൾ ഉള്ള പുതിയ കോർഡിനേറ്റ് എഴുതിയത് മനസ്സിലായോ? അവിടെ ഇനിഷ്യലി 20 എന്ന് പറഞ്ഞാൽ 0 0, 50 എന്ന് പറഞ്ഞാൽ 0,y. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അടുത്ത് ഇപ്പോൾ 20ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു 5 സെൻറ്റിമീറ്റർ ഫ്രണ്ടിലേക്ക് മാറ്റി. അപ്പോൾ അതിനൊരു കോർഡിനേറ്റ് ഞാൻ y കോർഡിനേറ്റ് 5 കൊടുത്തിട്ടുണ്ടെങ്കിൽ 50ഉം അതനുസരിച്ച് മാറണ്ടേ? 50ന് ഇനിഷ്യലി y അല്ലേ? അപ്പോൾ y-ൽ കുറച്ച് മാറ്റമുണ്ട്, അത് പ്ലസ് ആവാം അല്ലെങ്കിൽ മൈനസ് ആവാം. ഞാൻ പ്ലസ് എന്ന് എടുക്കുകയാണ്. അപ്പോൾ y പ്ലസ് y ഡാഷ് എന്ന് എടുത്തിരിക്കുകയാണ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇനി ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാം. ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എങ്ങനെ കണ്ടുപിടിക്കാം? എഗെയിൻ 20 ഇൻറ്റു 5 പ്ലസ് 50 ഇൻറ്റു y പ്ലസ് y ഡാഷ് ബൈ 70. ദിസ് സെൻറ്റർ ഓഫ് മാസ് ഈസ് ഈക്വൽ ടു ദ ഇനിഷ്യൽ. ഇതിൻ്റെ ഈ ഫസ്റ്റ് സെൻറ്റർ ഓഫ് മാസ് എത്രയാണ്, 50y ബൈ 70 ആണ്. അപ്പോൾ ആദ്യത്തെ സെൻറ്റർ ഓഫ് മാസും ഇപ്പോൾ ഉള്ള സെൻറ്റർ ഓഫ് മാസും എന്താണ്, സെയിം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് മനസ്സിലായോ? രണ്ടാമത്തെ സെൻറ്റർ ഓഫ് മാസ്, ആദ്യത്തെ സെൻറ്റർ ഓഫ് മാസ് എത്രയാണ്, 50y ബൈ 70 ആണ്.
ഓക്കെ, രണ്ടാമത്തെ സെൻറ്റർ ഓഫ് മാസ് എത്രയാണ്? 20 × 5 + 50 × y + y ഡാഷ് ബൈ 70. 70 രണ്ട് സൈഡും ക്യാൻസൽ ആയി പോകും. 50y = 100 + 50y + 50y ഡാഷ്. 50y ക്യാൻസൽ ആയി പോകും. 50y ഡാഷ് = 100 എന്ന് കിട്ടും. 50y ഡാഷ് = -100, ഒരു മൈനസ് വന്നു കണ്ടോ. അപ്പോൾ y = -2 സെൻറ്റിമീറ്റർ. പ്ലസ് ആയെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? അത് 50 കഴിഞ്ഞ് പോവുകയാണെന്നാണ്. ആൻസർ മൈനസ് കിട്ടിയതുകൊണ്ട് അതെങ്ങനെയായിരിക്കും? 50നും 20ൻ്റെ ഇടയ്ക്കായിരിക്കും. മനസ്സിലാവണുണ്ടോ? അവിടെ ഇപ്പോൾ എൻ്റെ ആൻസർ പ്ലസ് ആണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ മീനിങ് എന്താണ്? 50 കഴിഞ്ഞ് പോകുന്നതാണ്. ഇപ്പം നമുക്ക് കിട്ടിയ ആൻസർ മൈനസ് ആണ്. അപ്പോൾ മൈനസ് എന്ന് പറഞ്ഞാൽ എങ്ങോട്ടായിരിക്കും? ടുവേഡ്സ് 20 ആണ്. അപ്പോൾ ആൻസർ എന്താണ്? 2 സെൻറ്റിമീറ്റർ ടുവേഡ്സ് ദി 20 കിലോഗ്രാം ബ്ലോക്ക്. അത്രയേ ഉള്ളൂ. ഭയങ്കര ടഫുള്ളതൊന്നുമല്ല. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഓക്കെ, കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം. ഇപ്പോൾ ലീനിയർ മൊമെൻറ്റത്തിൻ്റെ ഫോർമുല എന്താണ്? മാസ് ഇൻറ്റു വെലോസിറ്റിയാണ്. അപ്പോൾ ആംഗുലർ മൊമെൻറ്റം, കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ മാസ് ഐ ആയിട്ട് മാറും, വി ഒമേഗ ആയിട്ട് മാറും. അല്ലെങ്കിൽ I ω = കോൺസ്റ്റൻറ്റ്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു ഡിസ്ക് ഉണ്ട്, നോർമൽ ഡിസ്ക് ഉണ്ട്. ആ ഡിസ്കിന് ഒരു മാസ് ഉണ്ട്. ആ മാസ് ക്യാപ്സ് ലെറ്റർ M ആണ്. അതിൻ്റെ റേഡിയസ് എന്താണ്? R ആണ്. ഇസ് റൊട്ടേറ്റിംഗ് യൂണിഫോംലി. ജസ്റ്റ് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഡിസ്ക്. അപ്പോൾ അതിലേക്ക് നമ്മൾ 2 മാസസ്, പോയിൻ്റ് മാസ് പ്ലേസ് ചെയ്തിട്ടുണ്ട് 2 എൻഡിലുമായിട്ട്. അപ്പോൾ 2 എൻഡിലായിട്ട് നമ്മൾ 2 പോയിൻ്റ് മാസസ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. 2 സ്മോൾ ലെറ്റർ എം, സ്മോൾ ലെറ്റർ എം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഡിസ്കിൻ്റെ സ്പീഡിൽ എന്ത് സംഭവിക്കുന്നതാണ്? സിമ്പിളാണല്ലേ. അപ്പോൾ ഒരു ഡിസ്ക് കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ രണ്ട് എൻഡിലും കുറേ 2 മാസ് വയ്ക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അതിൻ്റെ സ്പീഡ് എന്ത് ചെയ്യും? കുറയും. എന്നാൽ ആ സ്പീഡ് കണ്ടുപിടിക്കുക. അപ്പോൾ എൻ്റെ ഫോർമുല ഇതാണ്. I ω = കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഡിസ്കിൻ്റെ അപ്പോൾ ഞാൻ ഫസ്റ്റ് എങ്ങനെ എഴുതാം? I1 ω1 = I2 ω2 എന്ന് എടുക്കുക. അപ്പോൾ ഇനിഷ്യൽ I1 ഡിസ്കിൻ്റെ ഇനർഷ്യയാണ് വേണ്ടതല്ലേ. ഇനിഷ്യൽ ഡിസ്കല്ലേ റൊട്ടേറ്റ് ചെയ്യണത്. ഡിസ്കിൻ്റെ ഇനർഷ്യ എന്ന് പറയുന്നത് mr²/2. M ക്യാപ്സിലാണ്, ക്യാപ്സ് ലെറ്റർ ആണ് അല്ലേ. ഇൻറ്റു ω1 ഒമേഗ എന്ന് എഴുതാം. = I2 എന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്താണ്? ഡിസ്കും ഉണ്ട് ഇല്ലേ. ഡിസ്കിൻ്റെ ഇനർഷ്യ അകത്ത് എഴുതാം. എന്താണ്? mr²/2 പ്ലസ് ഈ രണ്ട് മാസിനും ഇനർഷ്യ ഉണ്ട്. ഇവിടെ R. അപ്പോൾ ഇനർഷ്യ ഓഫ് ദ പോയിൻ്റ് മാസസ്. അപ്പോൾ എങ്ങനെ എഴുതാം? M × R² പ്ലസ് എഗെയിൻ M × R². എന്തുകൊണ്ട്? 2 mr²? ബിക്കോസ് 2 പോയിൻ്റ് മാസസ് ഉണ്ട്. ഇൻറ്റു ω2. ഈ ω2 ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇത് മനസ്സിലായോ? ക്ലിയർ ആണോ? അപ്പോൾ ഇനിഷ്യൽ ഡിസ്ക് മാത്രമേ റൊട്ടേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഡിസ്കിൻ്റെ ഇനർഷ്യ എബൌട്ട് ദ ആക്സിസ് mr²/2. ഇത് പഠിച്ചു വയ്ക്കണം കേട്ടോ. ക്ലിയർ അല്ലേ? ഇനി പോയിൻ്റ് മാസിൻ്റെ ഇനർഷ്യ mr². അപ്പോൾ 2 പോയിൻ്റ് മാസ് ഉണ്ട്. അതുകൊണ്ട് mr² പ്ലസ് mr² × ω2. ഇനി നമുക്കിതൊക്കെ സിംപ്ലിഫൈ ചെയ്യാം. എല്ലാത്തിലും R² കോമൺ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ R² ഒഴിവാക്കിയാൽ ക്യാപ്സ് ലെറ്റർ M × ω/2 = ക്യാപ്സ് ലെറ്റർ M/2 പ്ലസ് M എന്താണ്? 2m × ω2 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇനി വേണമെങ്കിൽ M ω/2 = LCM 2 എടുക്കുമ്പോൾ M + 4m/2 × ω2 എന്ന് കിട്ടും. ഇതും ക്യാൻസൽ ആവും. അപ്പോൾ ഇവിടെ നമുക്ക് ω2 കിട്ടും. വാട്ട് ഈസ് ω2? m ω/ ക്യാപ്സ് ലെറ്റർ M + 4m എന്ന് കിട്ടും. അപ്പോൾ ആൻസർ കിട്ടിയില്ലേ? ക്ലിയർ ആണോ? അപ്പോൾ ഓപ്ഷൻ ഡി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ സോളിഡ് സ്പിയർ ഈസ് റൊട്ടേറ്റിംഗ് അറ്റ് ആൻ യൂണിഫോം ആംഗുലർ സ്പീഡ് ω ഇൻ ഫ്രീ സ്പേസ്. ഓക്കെ, അപ്പോൾ സോളിഡ് സ്പിയർ റൊട്ടേറ്റ് ചെയ്യാണ്. ഇപ്പം എൻ്റെ റേഡിയസ് ഇസ് നൗ ഹാഫ്ഡ്. പകുതിയോളം കുറച്ചിട്ടുണ്ട്. മാസിൽ മാറ്റമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ വാട്ട് സ്പീഡിൽ റൊട്ടേറ്റ്? അഗെയിൻ ദ കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം. ഇപ്പോൾ ഫോർമുല എങ്ങനെ എടുക്കുക? I1 ω1 = I2 ω2. സോളിഡ് സ്പിയറിൻ്റെ ഇനർഷ്യൻ്റെ ഫോർമുല എന്താണ്? 2/5 mr² ആണ് ഫോർമുല കേട്ടോ. 2/5 mr² ഇൻറ്റു ω1 = 2/5 m ഇൻറ്റു ഇപ്പോൾ റേഡിയസ് എന്തായിട്ട് മാറി? കറങ്ങി റേഡിയസ് പകുതിയോളം മാറി. അപ്പോൾ R-ൻ്റെ സ്ഥാനത്ത് R/2 കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ R²/4 എന്ന് വരും. ഓക്കെ അല്ലേ? ഇനി 2/5 mr², 2/5 mr² രണ്ട് സൈഡ് നമുക്ക് ക്യാൻസൽ ചെയ്യാം. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് റിലേഷൻ കിട്ടും. ω2 = 4ω1 എന്ന് കിട്ടും. ഇതുവരെ ക്ലിയർ ആണോ? യെസ്, ക്ലിയർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 2 identical particles move towards each other with velocities 3v and v. The velocity of center of mass. നമ്മൾ നോർമലി വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസിൻ്റെ ഫോർമുല ഇതാണ്.
m1v1 പ്ലസ് m2v2 ഡിവൈഡ് ബൈ m1 പ്ലസ് m2. രണ്ട് വെലോസിറ്റി ആണെങ്കിൽ നമുക്കിത് എഴുതിയാൽ മതി. അപ്പോൾ നമ്മുടെ അസ്യൂം ചെയ്യണ രണ്ട് പാർട്ടിക്കിളും വെലോസിറ്റി എന്ന് പറയുന്നത് ഒരേ ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യണമെന്നാണ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ദേ ആർ മൂവിങ് ടുവേർഡ്സ് ഈച്ച് അതർ എന്നാണ്. അപ്പോൾ ഒരു വെലോസിറ്റി അങ്ങോട്ട് പോകുമ്പോൾ 3v അങ്ങോട്ടാണെങ്കിൽ v അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും വരുന്നത് ഇല്ലേ. അപ്പോൾ നമ്മൾ രണ്ടും സെയിം ഡയറക്ഷൻ നമ്മൾ പ്ലസ് ചെയ്തോടെ രണ്ട് ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ട് ആ പ്ലസിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? മൈനസ്. കാരണം വെലോസിറ്റി എന്നുള്ളൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്, അതുകൊണ്ട് പ്ലസ് അവിടെ മൈനസ് ആയി. ഓക്കെ ആണോ? അപ്പോൾ ഫസ്റ്റ് വൺ m1 എന്നുള്ള ഇവിടെ 3 m1നെ m എന്ന് എടുക്കാം. ബിക്കോസ് ഐഡൻറ്റിക്കൽ രണ്ട് മാസം സെയിം ആണ്, m എന്ന് എടുക്കാം. ഫസ്റ്റ് വെലോസിറ്റി 3v ആണ്, അടുത്തതിൻ്റെ വെലോസിറ്റി v ആണ്. അപ്പോൾ മൈനസ് എന്നത് മനസ്സിലായ കാരണം ബോത്ത് ആർ മൂവിങ് ടുവേർഡ്സ് ഈച്ച് അതർ ആണ്. അപ്പോൾ ഈച്ച് അതർ ആണെങ്കിൽ രണ്ടും കൂടെ എങ്ങനെയായിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും. ഇത് ഓക്കെ അല്ലേ? ഇനി 3vm മൈനസ് vm എന്ത് കിട്ടും? 2vm ബൈ m പ്ലസ് m എന്ത് കിട്ടും? 2m. അപ്പോൾ ആൻസർ എന്തായി കിട്ടും? v എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്, ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഓക്കെ, ഇവിടെ എഫ് തന്നിട്ടുണ്ട്, ഫോഴ്സ് തന്നിട്ടുണ്ട്. എന്താണ്? എഫ് ഇസ് ഈക്വൽ ടു, ഞാൻ എഴുതാം, 2i പ്ലസ് 3j മൈനസ് k ആണ് എഫ്. ഓക്കെ അല്ലേ? ആക്ടിങ് ആണ് പാർട്ടിക്കിൾ ഹൂസ് പൊസിഷൻ വെക്റ്റർ വന്നിട്ടുണ്ട്, എന്ന് ബിന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ വർക്ക് ഡൺ ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ വർക്കിൻ്റെ ഫോർമുല നമുക്കറിയാം, എഫ് ഡോട്ട് ഡി ആണ്. അപ്പോൾ എഫ് നമുക്ക് എങ്ങനെ എഴുതാം? 2i പ്ലസ് 3j മൈനസ് k ആണ് എഫ്. ഓക്കെ, ഡോട്ട് ഡി. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? പൊസിഷൻ വെക്റ്റർ ആണ്. ഇങ്ങനെയാണ് ഫൈനൽ പൊസിഷൻ വെക്റ്റർ മൈനസ് ഇനിഷ്യലാണ് ഡി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡോട്ട് ഫസ്റ്റ് ആർ ബി എഴുതുക. ആർ ബി എന്താണ്? i മൈനസ് ജെ പ്ലസ് 2k മൈനസ് ആർ എ. അപ്പോൾ ആർ എ എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതാം? മൈനസ് i മൈനസ് ജെ മൈനസ് k. വേറെ ഒന്നുമില്ല, എ എന്നുള്ളത് i പ്ലസ് ജെ പ്ലസ് കെ ഇല്ല, മൈനസ് ചെയ്യുമ്പം ആ പ്ലസ് അല്ല മൈനസോ, അത്രയേ ഉള്ളൂ. ഇതിനെ വീണ്ടും സിംപ്ലിഫൈ ചെയ്യുക. അതായത് 2i പ്ലസ് 3j മൈനസ് കെ ഡോട്ട്, ഇവിടെ നോക്കി, പ്ലസ് i മൈനസ് i ക്യാൻസൽ ആയി. മൈനസ് ജെ എന്താണ്? മൈനസ് 2j പ്ലസ് 2k മൈനസ് k എന്താണ്? പ്ലസ് k. അപ്പോൾ ഡോട്ട് ചെയ്യുമ്പോൾ ഒരേ ഡയറക്ഷൻസ് മാത്രം ഡോട്ട് ചെയ്താൽ മതി ഇല്ലേ? i ഇവിടെ ഇല്ല, അപ്പോൾ ജെയും ചെയ്താൽ മതി. അപ്പോൾ പ്ലസ് 3 ഇൻറ്റു മൈനസ് 2 എന്ത് കിട്ടും? മൈനസ് 6. ഇനി മൈനസ് k ഇൻറ്റു പ്ലസ് k എന്ത് കിട്ടും? മൈനസ് 1. അപ്പോൾ മൈനസ് 6 മൈനസ് 1 എന്ത് കിട്ടും? മൈനസ് 7 എന്ന് കിട്ടും. ഓക്കെ ആണോ? മൈനസ് 7 എന്ന് കിട്ടും. ഇത് ഓക്കെ അല്ലേ? അപ്പോൾ ആൻസർ മൈനസ് 7. ഇത്രയേ ഉള്ളൂ. അടുത്ത നോക്കിയേ, എ സ്പ്രിങ് ഓഫ് ഫോഴ്സ് കോൺസ്റ്റൻറ്റ് 1000 ന്യൂട്ടൺ തന്നിട്ടുണ്ട്. അപ്പോൾ ഫോഴ്സ് കോൺസ്റ്റൻറ്റ് k തന്നിട്ടുണ്ട് അല്ലേ? k എത്രയാണ്? 1000 തന്നിട്ടുണ്ട്. സ്ട്രെച്ച്ഡ് ബൈ 2 അപ്പോൾ ഇനിഷ്യലി അത് സ്ട്രെച്ച് ചെയ്ത ഡിസ്റ്റൻസ് 2 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ വർക്ക് ഡൺ ഇൻ സ്ട്രെച്ചിങ് ടു എ ഫൈനൽ ഡിസ്റ്റൻസ് ഓഫ് 8 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മൾ വർക്ക് ഡണിൻ്റെ ഫോർമുല, സ്പ്രിങ്ങിൻ്റെ ഫോർമുല ഇതാണ്, 1/2 kh² ആണ് ഫോർമുല. വർക്ക് ഈസ് ഈക്വൽ ടു 1/2 kh² ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 k ഇൻറ്റു എച്ച് എന്നുള്ളത് നമ്മൾ മാറ്റണം. എച്ച് ഫൈനൽ സ്ക്വയർ മൈനസ് എച്ച് ഇനിഷ്യൽ സ്ക്വയർ എന്ന് എഴുതിയാൽ മതി. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഇനി ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു k 1000 എന്നിട്ടുണ്ട്. അവിടെ എച്ച് ഫൈനൽ എത്ര സെൻറ്റിമീറ്റർ ആണ്? 8 സെൻറ്റിമീറ്റർ. ഇനിഷ്യൽ എത്ര സെൻറ്റിമീറ്റർ ആണ്? 2 സെൻറ്റിമീറ്റർ. 8 സെൻറ്റിമീറ്റർ എനിക്ക് എങ്ങനെ എഴുതാം? 8 ഇൻറ്റു 10⁻²² ദ ഹോൾ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 10⁻² ദ ഹോൾ സ്ക്വയർ. ഇതുവരെ ക്ലിയർ ആണോ? സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1/2 ഇൻറ്റു 1000 ഇൻറ്റു ഇവിടെ 10⁻² ദ ഹോൾ സ്ക്വയർ 10⁻⁴ ആണ്. അത് ഞാൻ കോമൺ ആയിട്ട് എടുക്കാം. 8 സ്ക്വയർ എന്താണ്? 64. ഇനി 2 സ്ക്വയർ എന്താണ്? 4. ഇത് മനസ്സിലായോ? ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1/2 ഇൻറ്റു 1000 ഇൻറ്റു 10⁻⁴ ഇൻറ്റു 64 - 4 എത്രയാണ്? 60 എന്ന് കിട്ടും. ഇതുവരെ ക്ലിയർ അല്ലേ? ഇനി 2 കൊണ്ട് 1500 ആണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ എത്ര കിട്ടും? 3 ജൂൾ എന്ന് കിട്ടും. ഇതുവരെ ക്ലിയർ ആണോ? ഓക്കെ, സോ നൗ വി ഹാവ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതേപോലെ അടുത്ത ക്വസ്റ്റ്യൻ, എ പാർട്ടിക്കിൾ എക്സ്പീരിയൻസ് എ വേരിയബിൾ ഫോഴ്സ് ആണ് കേട്ടോ. വേരിയബിൾ ഫോഴ്സ് ആകുമ്പം ജസ്റ്റ് വേറെ രീതിയിലൊന്നും ഫോർമുലാസ് ഒന്നും എഴുതി നിൽക്കരുത്. ഓക്കെ അല്ലേ? എ പാർട്ടിക്കിൾ എക്സീഡ്സ് വേരിയബിൾ ഫോഴ്സ്. വേരിയബിൾ ഫോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ വർക്ക് ഡണിൻ്റെ ഫോർമുല എങ്ങനെ എഴുതേണ്ടത്? വർക്ക് ഡണിൻ്റെ ഫോർമുല എഫ് ഡോട്ട് ഡി എച്ച് എന്ന് എടുത്താൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ കൈനറ്റിക് എനർജി ചോദിച്ചാലും വർക്ക് ഡൺ ചോദിച്ചാലും വേരിയബിൾ ഫോഴ്സ് ആണെങ്കിൽ എഫ് ഡോട്ട് ഡി എച്ച് ആണ്. ഹാഫ് mv² എന്ന് ഇട്ടേക്കല്ലേ വേരിയബിൾ ഫോഴ്സ് എന്ന് പറയുമ്പോൾ. അപ്പോൾ എഫ് ഇൻറ്റു ഡി എച്ച്. അപ്പോൾ ഇവിടെ എഫിൻ്റെ ഇക്വേഷൻ വന്നിട്ട് തന്നിട്ടുണ്ട്. എന്താണ്? എഫ് ഇസ് ഈക്വൽ ടു
3h² I ക്യാപ്പ് പ്ലസ് 2y ഇൻറ്റു ജെ ക്യാപ്പാണ് എഫ് തന്നിട്ടുള്ളത്. അതിനർത്ഥം എഫിൽ എക്സ് ഡയറക്ഷനും ഉണ്ട് വൈ ഡയറക്ഷനും ഉണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിനെ ഞാൻ എന്ത് ചെയ്താൽ മതി, സെപ്പറേറ്റ് ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ വർക്ക് ഡൺ കൈനറ്റിക് എനർജി എന്നാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് അല്ലേ. അപ്പോൾ ഞാൻ ഈ 3h² ഡി എച്ച് എന്ന് എഴുതാം ഐ ക്യാപ്പിന്, ജെ ക്യാപ്പിന് എന്തായിട്ട് എഴുതാം ഡി വൈ എന്ന് എഴുതാം. ഇത്രയേ ഉള്ളൂ. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ഇതാണ് ഫോഴ്സ്. ഇപ്പോൾ 3h² ഡി എക്സ് പ്ലസ് 3y ഡി വൈ എന്നുള്ളത് വർക്ക് ഡൺ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ ലിമിറ്റ് തന്നിട്ടുണ്ട്. ലിമിറ്റ് എങ്ങനെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ മൂവ്സ് ഫ്രം 0,1 to 2,3 എന്നാണ്. അപ്പോൾ എക്സ് ആക്സിസ് 0 to 2, വൈ ആക്സിസ് 1 to 3 ആണ്. അത്രയേ ഉള്ളൂ. അപ്പോൾ 0 to 2 3h² ഡി എക്സ്, വൈൻ്റെ ലിമിറ്റ് എന്താണ് 1,3 2y ഇൻറ്റു ഡി വൈ. സ്പ്ലിറ്റ് ചെയ്ത് മനസ്സിലായി. അപ്പോൾ വേരിയബിൾ വർക്ക് ഡൺ ഡ്യൂറിങ് വേരിയബിൾ ഫോഴ്സ് ആണെങ്കിൽ നമുക്ക് വർക്ക് ഡണിൻ്റെ ഫോർമുല എഫ് ഇൻറ്റു ഡി എക്സ്, അത് നോർമലി ഇൻ്റഗ്രലിലായിരിക്കും എത്തുന്നത്. ഓക്കെ അല്ലേ? ഇത് ക്ലിയർ ആണോ? ഇനി 3 ഇൻറ്റു h² ഇൻ്റഗ്രൽ എന്താണ് h³/3. അപ്പോൾ 3 ക്യാൻസൽ ചെയ്യാം. ഇനി വൈൻ്റെ ഇൻ്റഗ്രൽ വൈ എന്താണ് y²/2 2 ക്യാൻസൽ ചെയ്യും. ലിമിറ്റ് 1,3 എന്ന് എഴുതാം. ഇനി h³ 2 കൊടുക്കുക. അപ്പോൾ 2³ - 0 നമ്മൾ ലിമിറ്റ് ഇട്ടിട്ടുണ്ട്. പ്ലസ് വൈന് 3 കൊടുക്കുക. അപ്പോൾ 3². അത് കഴിഞ്ഞിട്ട് ലോവർ ലിമിറ്റ് 1 ആണ്. -1². അപ്പോൾ ആൻസർ 2³ എന്നുള്ള 8 എന്ന് കിട്ടും, 3² 9 എന്ന് കിട്ടും, 1² 1 എന്ന് കിട്ടും. അപ്പോൾ 8 + 9 - 1 ആൻസർ എത്ര കിട്ടും 16 എന്ന് കിട്ടും. ഇത്ര ഓക്കെ ആണോ? ശരി. ഇനി ഈ പമ്പിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുവാണെങ്കിൽ പമ്പിൻ്റെ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജിയാണ്. പൊട്ടൻഷ്യലിൻ്റെ ഫോർമുല mgh ആണ്. ഓക്കെ അല്ലേ? എന്നാൽ ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ 10 kilogram ഓഫ് വാട്ടർ ഫ്രം എ വെൽ 10 meter deep is pumped up per minute, okay, to a height of 10 meter above the ground level and is ejected horizontally with the speed എന്നാണ്. അതായത് നമ്മൾ പമ്പ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ വെള്ളം മേളിലോട്ട് പോകുന്നുണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഇല്ലേ, മേളിലെത്തുന്ന വെള്ളം അവിടെ നിന്ന് ഹൊറിസോണ്ടലായിട്ടാണ് വെള്ളം പോകുന്നത്. അപ്പം ഹൈറ്റ് വരെ mgh-ഉം ഹൊറിസോണ്ടലുള്ള എനർജി എന്താണ്, കൈനറ്റിക് എനർജിയാണ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ പവർ ആണ്. അപ്പോൾ 2 എനർജിയും കൂടെ ആഡ് ചെയ്യുക. ഏതൊക്കെ എനർജി ആഡ് ചെയ്യണം, പൊട്ടൻഷ്യലും കൂടെ എന്തുകൊണ്ടാണ് കൈനറ്റിക് ആഡ് ചെയ്തത്, ബിക്കോസ് ഒരു സർട്ടൻ ഹൈറ്റിൽ വന്നിട്ട് വെള്ളം എങ്ങനെയാണ് പോകുന്നത്, ഹൊറിസോണ്ടലായിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ പവറിൻ്റെ ഫോർമുല എനർജി ബൈ ടൈം ആണ്. ഇപ്പോൾ ഇവിടെ 2 എനർജി ഉണ്ട്. ഏതൊക്കെ ഉണ്ട്, പൊട്ടൻഷ്യലുണ്ട് കൈനറ്റിക്കും ഉണ്ട്. പൊട്ടൻഷ്യൽ നമുക്ക് എങ്ങനെ എടുക്കാം, mgh പ്ലസ് കൈനറ്റിക് എങ്ങനെ എടുക്കാം, ½ mv²/t എന്ന് എഴുതാം. ഇനി m തന്നിട്ടുണ്ട് 10 × 10 പ്ലസ് ½ × 10 വെലോസിറ്റി 10 ആണ്. ടൈം 60 കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ 1000 × 1 + 1/2/60 എന്ന് കിട്ടും. സോ 1000 × 1 + 1/2 എന്തായിട്ട് എഴുതാം, 3/2 എന്ന് എഴുതാം, /60. ആൻസർ 25 എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ ഓപ്ഷനിൽ 25 kW ആണ്. അപ്പോൾ ആൻസർ 25 വാട്ടാണ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എ യൂണിഫോം റോപ്പ് 20 meter long weighing 100 kilogram is lying on a horizontal table with a quarter of its length overhanging എന്നാണ്. ഓക്കെ, അപ്പം ഈ നോർമലി ഒരു റോപ്പ് ഉണ്ട്. ആ റോപ്പിൻ്റെ നീളം 20 meter ആണ്. ആർക്കെങ്കിലും സംശയമുണ്ട്, 20 meter ആണ്. അതിൻ്റെ ഒരു ക്വാർട്ടർ ആണ് ഹാങ്ങിങ്. ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, 1/4 ആണ്. അപ്പോൾ 1/4 of 20 എന്ന് പറയുന്നത് എത്രയാണ്, 5 meter. അപ്പോൾ എത്ര സെക്ഷനാണ് ഹാങ് ചെയ്യണത്, അപ്പോൾ ഹാങ് ചെയ്യണ ലെങ്ത് എന്നുള്ളത് 5 meter. ക്വാർട്ടർ എന്നുള്ള മനസ്സിലായോ, 1/4 അത്രയേ ഉള്ളൂ. ഇനി 20 meter എന്നാണ് 100 kilogram. ഇത് നമ്മൾ സാധാരണ ബേസിക് മാത്സ് ആണ്. 20 meter 100 kilogram. അപ്പോൾ 1 മീറ്ററിന് എത്ര കിലോഗ്രാം കാണും, 100/20 എത്രയാണ്, 5. അപ്പോൾ നമുക്ക് വേണ്ടത് 5 മീറ്ററിന് എത്ര കിലോഗ്രാം എന്ന് നോക്കിയത്. അപ്പോൾ 1 മീറ്ററിന് 5 kilogram ആണെങ്കിൽ 5 മീറ്ററിന് 5 × 5 എത്രയാണ്, 25 kilogram. ക്വസ്റ്റ്യൻ പൊട്ടൻഷ്യൽ എനർജിയാണ് ഇല്ലേ, ഓഫ് ദ ഓവർ ഹാങ്ങിങ്. ഈ ഓവർ ഹാങ്ങിങ് ചെയ്ത് നിൽക്കില്ലേ ഈ ലെങ്ത് എത്ര, 5 meter. ഇതിൻ്റെ പൊട്ടൻഷ്യലാണ് ഫോർമുല. പൊട്ടൻഷ്യൽ ഫോർമുല mgh ആണ്. അപ്പോൾ m നമുക്കറിയാം, ആ ഹാങ് ചെയ്യേണ്ട മാസ് എത്രയാണ്, 25, g 10 ആണ്. ഹൈറ്റ് വന്നിട്ട് എപ്പോഴെടുക്കുമ്പോൾ ഒരു പോയിന്റ് ബോഡി അല്ല, ഇത് നമുക്കിവിടെ 5 meter ഹൈറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ പൊട്ടൻഷ്യൽ എഞ്ചിൻ്റെ h എടുക്കുമ്പോൾ അതിൻ്റെ പകുതി വേണം എടുക്കാം. അപ്പോൾ 5 എന്ന് എടുക്കല്ലോ, 5/2 എന്ന് വേണം എടുക്കാൻ. ഓക്കെ അല്ലേ? അതാണ് 25 × 10 × 5/2. അപ്പോൾ ആൻസർ എന്ത് കിട്ടും, 625. ക്ലിയർ അല്ലേ? അപ്പോൾ പൊട്ടൻഷ്യൽ നമ്മൾ എഴുതുന്ന സമയത്ത് mg
ഹെച്ച് എന്നുള്ളത് എപ്പോഴും ശ്രദ്ധിക്കുക. ഹെച്ച് എന്നുള്ളത് ഹാഫ് ദ ഹൈറ്റ് വേണം എടുക്കാൻ. ക്ലിയർ അല്ലേ? പോയിൻ്റിനാണെങ്കിൽ എച്ച് എന്ന് എടുത്താൽ മതി. ഇവിടെ ഇപ്പോൾ ലെങ്ത് ഉള്ള ബോഡി ആണെങ്കിൽ അവർ ഹൈറ്റ് 5 ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ 5/2 എടുക്കുക. ഓക്കെ അല്ലേ? അത് CG എടുക്കണം, അത്രയേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഇത് വേവ്സ് എന്നാണ് ക്വസ്റ്റ്യൻ. എ വേവ് ഈസ് ട്രാവലിംഗ് ഹാസ് എൻ ആംപ്ലിറ്റ്യൂഡ് 4 mm തന്നിട്ടുണ്ട്. ദ വേവ് ട്രാവൽസ് ഇൻ പോസിറ്റീവ് ഡയറക്ഷൻ. പോസിറ്റീവ് ഡയറക്ഷൻ ആണെങ്കിൽ നോർമലി നമ്മളെ ഇക്വേഷൻ ഇതായിരിക്കും, y ഈസ് ഈക്വൽ ടു a സൈൻ kx മൈനസ് ഒമേഗ ടി എന്ന് എഴുതാം, അല്ലെങ്കിൽ a സൈൻ ഒമേഗ ടി മൈനസ് കെ എച്ച്. അപ്പോൾ ഈ രീതിയിലാണ് ഇക്വേഷൻസ് വരുവാണെങ്കിൽ ആ വേവ് ട്രാവലിംഗ് ഇൻ പോസിറ്റീവ് എക്സ് ആക്സിസ് ആണ്. മനസ്സിലായോ? അപ്പോൾ കെ എച്ച് മൈനസ് ഒമേഗ ടി എന്ന് വന്നാലും ഒമേഗ ടി മൈനസ് കെ എച്ച് എന്ന് വന്നാലും വേവ് ട്രാവലിംഗ് ഇൻ പോസിറ്റീവ് ഡയറക്ഷൻ. പ്ലസ് വന്നാൽ വേവ് ഇസ് ട്രാവലിംഗ് ഇൻ നെഗറ്റീവ് ഡയറക്ഷൻ. അപ്പോൾ ഇവിടെ നോക്കി, ഈ ഇക്വേഷനിൽ എല്ലാത്തിലും y ഈസ് ഈക്വൽ ടു a സൈൻ കെ എച്ച് മൈനസ് ഒമേഗ ടി, എല്ലാം കെ എച്ച് മൈനസ് ഒമേഗ ടി ആണ്. അപ്പോൾ എല്ലാ ഓപ്ഷനിലും ആംപ്ലിറ്റ്യൂഡ് സെയിം ആണ്. അപ്പോൾ നോക്കണ്ട, ഒമേഗ ടി എന്നുള്ളത് ഒമേഗ ടി, അപ്പോൾ എല്ലാത്തിലും ഒമേഗ എന്നുള്ളത് സെയിം ആണ്. കെ ആണ് ചേഞ്ച് ചെയ്യണത്. അപ്പോൾ നമുക്ക് കെയിന് ഫോർമുല ഉണ്ട്. കെ എന്നുള്ള ആംഗുലർ വേവ് നമ്പറാണ്. കെയിൻ്റെ ഫോർമുല 2π/λ എന്ന് എഴുതാം, അല്ലെങ്കിൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഒമേഗ ബൈ കെ. അപ്പോൾ വേവ് വെലോസിറ്റിയുടെ ഫോർമുലയാണ് v ഈസ് ഈക്വൽ ടു ഒമേഗ ബൈ കെ എന്നുള്ളത്. അപ്പോൾ കെ ഈസ് ഈക്വൽ ടു ഒമേഗ ബൈ വി. അപ്പോൾ അവിടെ ഒമേഗ എന്നുള്ളത് 17500 മൾട്ടിപ്ലൈ ബൈ പൈ, അതാണ് ഒമേഗ ഇല്ലേ. ബൈ വെലോസിറ്റി തന്നിട്ടുണ്ട്. എത്രയാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്? 3500 മീറ്ററിന് തന്നിട്ടുണ്ട്. സോ അപ്പോൾ നമ്മൾ അങ്ങ് ജസ്റ്റ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എത്രയാണ്? 17,500 പൈ ബൈ 3500 ക്യാൻസൽ ചെയ്യുമ്പോൾ 5π എന്ന് കിട്ടും. അപ്പോൾ ഓപ്ഷനിൽ കെ എന്നുള്ളത് നമ്മളെ ഇക്വേഷൻ എന്താണ്? കെ എച്ച് അല്ലേ. അപ്പോൾ കെയിൻ്റെ സ്ഥാനത്ത് 5π ഉള്ളത് ഇവിടെ ഓപ്ഷൻ ബി ആണ്. ഇത് ഓക്കെ ആണോ? ക്ലിയർ ആണോ? അപ്പോൾ വേവ് മനസ്സിലായല്ലോ. അപ്പോൾ എ സൈൻ കെ എച്ച് മൈനസ് ഒമേഗ ടിയും എ സൈൻ ഒമേഗ ടി മൈനസ് കെ എച്ച് എന്ന് പറഞ്ഞാൽ വേവ് ഇസ് ട്രാവലിംഗ് ഇൻ പോസിറ്റീവ് എക്സ് ആക്സിസ്. ഓക്കെ അല്ലേ? കെ എച്ച് പ്ലസ് ഒമേഗ ടി അല്ലെങ്കിൽ ഒമേഗ ടി പ്ലസ് കെ എച്ച് എന്ന് പറഞ്ഞാൽ വേവ് ഇസ് ട്രാവലിംഗ് ഇൻ നെഗറ്റീവ് എക്സ് ആക്സിസ്. ഇത് ഓക്കെ അല്ലേ? ശരി, അടുത്ത ക്വസ്റ്റ്യൻ. ഇതിലും ക്വസ്റ്റ്യൻ പറയണത് വേവ് ഹാവ് എ ഡിസ്പ്ലേസ്മെൻറ്റ് അലോങ് ദി വൈ ഡയറക്ഷൻ. ഓക്കെ, അറ്റ് 2 മീറ്റർ ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ടുണ്ട്. വേവ് ലെങ്ത് 4π മീറ്റർ ആൻഡ് ഫ്രീക്വൻസി ഇൻ ദ പോസിറ്റീവ് എക്സ് ആക്സിസ്. അപ്പോൾ പോസിറ്റീവ് എക്സ് ആക്സിസ് നമ്മളെ ഫോർമുല എന്താണ്? എ സൈൻ കെ എച്ച് മൈനസ് ഒമേഗ ടി. അപ്പോൾ എച്ച് മൈനസ് ഒമേഗ, അപ്പോൾ ഓപ്ഷൻ എ ബി സിക്ക് മാത്രമേ എച്ച് മൈനസ് ടി വരണുള്ളൂ. അപ്പോൾ ഓപ്ഷൻ എ ആവാം, ബി ആവാം, സി ആവാം. എല്ലാത്തിനും ആംപ്ലിറ്റ്യൂഡ് 2 ആണ്, കാരണം ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ടുണ്ട്. എത്രയാണ്? 2. ക്ലിയർ അല്ലേ? ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഫോർമുല എന്താണ്? നമ്മൾ എഴുതുന്ന ഇക്വേഷൻ എന്താണ്? y ഈസ് ഈക്വൽ ടു എ സൈൻ എന്തായിരിക്കണം ഫോർമുല? കെ എച്ച് മൈനസ് ഒമേഗ ടി ആണ് വേണ്ടത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇവിടെ ഫ്രീക്വൻസി എത്ര തന്നിട്ടുണ്ട്? 1/2π തന്നിട്ടുണ്ട്. വേവ് ലെങ്ത് 4π. അപ്പോൾ നമ്മളെ കെയിൻ്റെ ഫോർമുല എന്താണ്? കെ ഒന്നുമല്ല, 2π/λ ആണ്. അപ്പോൾ ലാംഡ വേവ് ലെങ്ത് 4π തന്നിട്ടുണ്ട്. അപ്പോൾ 2π/4π. അപ്പോൾ ആൻസർ എന്ത് കിട്ടും? കെയിൻ്റെ വാല്യൂ 1/2, അതായത് h/2. അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കുക ഓപ്ഷൻ ബി ആണെന്ന്. ക്ലിയർ അല്ലേ? ഇത് 1/2 എന്ന് കിട്ടും കെയിൻ്റെ വാല്യൂ. അപ്പോൾ h/2 എന്നാണ് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി എടുത്താൽ മതി. ക്ലിയർ ആണോ? ഓക്കെ, ഇനി നോക്കി അടുത്ത ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ ക്ലോസ്ഡ് പൈപ്പും ഓപ്പൺ പൈപ്പുമാണ്. തേർഡ് ഹാർമോണിക് ഓഫ് എ ക്ലോസ്ഡ് ഓർഗൻ പൈപ്പ്. ഈ ക്ലോസ്ഡ് ഓർഗൻ പൈപ്പിൻ്റെ ഫ്രീക്വൻസിയാണ് ഇത്. ഞാൻ ന്യൂ സി എന്നിട്ടുണ്ട്. ഫോർമുല n+1/2 × v/2l ആണ്. ഓപ്പൺ പൈപ്പ് എന്ന് പറയുമ്പോൾ 2 സൈഡ് ഓപ്പൺ ആയിരിക്കും. ക്ലോസ്ഡ് പൈപ്പ് എന്ന് പറയുമ്പോൾ ഒരു എൻഡാണ് ക്ലോസ്ഡ്, ഒരു എൻഡ് ഓപ്പൺ ആയിരിക്കും കേട്ടോ. അപ്പോൾ ന്യൂ നോട്ട് എന്ന് പറഞ്ഞാൽ ഓപ്പൺ ആണ്. ഓപ്പണിൻ്റെ ഫോർമുല nv/2l. അപ്പോൾ ഇവിടെ n എന്ന് പറഞ്ഞത് 1, 2, 3 എന്ന് എടുക്കാം. ഓക്കെ, ഇവിടെ n എന്ന് പറഞ്ഞാൽ 0, 1, 2 ആണ്. എന്നാൽ ഇവിടെ 2 ഡിഫറൻസ് ഉണ്ട്. ഇവിടെ ഫസ്റ്റ് പറയണത് ദ തേർഡ് ഹാർമോണിക് ഓഫ് എ ക്ലോസ്ഡ് പൈപ്പ്. അപ്പോൾ തേർഡ് ഹാർമോണിക് എന്ന് പറയുമ്പോൾ ഇതിൽ എടുക്കേണ്ടത് 1 ആണ് കൊടുക്കേണ്ടത്. എന്തുകൊണ്ട് 1 കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഈ ഓപ്പൺ പൈപ്പിൽ ഫ്രീക്വൻസി റേഷ്യോ 1:2:3 ആണ്. ക്ലോസ്ഡ് പൈപ്പിൻ്റെ ഫ്രീക്വൻസി റേഷ്യോ 1:3:5 ആണ്. 1:3:5 ആണ്. അപ്പോൾ സെക്കൻഡ് ഹാർമോണിക് ഇല്ല. അതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ 0 എന്ന് പറയണത്, ഈ 0 നല്ല ശ്രദ്ധിക്കണേ, ഈ 0 എന്ന് പറയണത് ഫസ്റ്റ് ഹാർമോണിക്കിന് കൊടുക്കണം. ഓക്കെ, സെക്കൻഡ് ഹാർമോണിക് ഇല്ല. തേർഡ് ഹാർമോണിക്കിന് നിങ്ങൾ കൊടുക്കേണ്ടത്
എന്താണ് എന്ത് കൊടുക്കണം, n1 കൊടുക്കണം. മനസ്സിലായോ? ഫിഫ്ത്ത് ഹാർമോണിക് നിങ്ങൾ കൊടുക്കേണ്ടത് n എത്ര കൊടുക്കണം, 2 കൊടുക്കണം. കാരണം ഫോർത്ത് ഹാർമോണിക് ഇല്ല. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള തേർഡ് ഹാർമോണിക്കാണ്. അപ്പോൾ തേർഡ് ഹാർമോണിക്കിന് n എന്ത് കൊടുത്താൽ മതി, 1 കൊടുത്താൽ മതി. 1 + 1/2 എന്താണ്, 3b/4l. ഇനി ഓപ്പൺ പൈപ്പിൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി, ഫണ്ടമെൻ്റൽ n1 ആണ്. അപ്പോൾ v/2l. അപ്പോൾ രണ്ട് ഫ്രീക്വൻസി സെയിം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? രണ്ട് സെയിം ആണെങ്കിൽ ന്യൂ നോട്ട് ഇസ് ഈക്വൽ ടു ന്യൂ സി എന്ന് എഴുതാം. ന്യൂ നോട്ട് എന്നുള്ളത് v/2l നോട്ട് ഇസ് ഈക്വൽ ടു 3v/4lc. v ക്യാൻസൽ ചെയ്യാം. എൽ സി തന്നിട്ടുണ്ട്, ക്ലോസ്ഡ് പൈപ്പിൻ്റെ ലെങ്ത് 25 തന്നിട്ടുണ്ട്. അപ്പോൾ എൽ നോട്ടാണ് ക്വസ്റ്റ്യൻ. ഇത് സിംപ്ലിഫൈ ചെയ്ത് നോക്കിയാൽ മതി. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1/L നോട്ട് ഇസ് ഈക്വൽ ടു 3/50. അപ്പോൾ എൽ നോട്ട് എന്നുള്ളത് 50/3. 50/3 എന്നുള്ളത് 16.67 ആണ്. ഇതൊരു ഓക്കെ അല്ലേ? ശരി, അടുത്തത് നമ്മൾ ഗ്രാവിറ്റേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ 2 particles of equal masses m go around a circle of radius r under the action of their mutual gravitation. അപ്പോൾ രണ്ട് മാസിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, എന്നാൽ ദേ ഹാവ് എ റൊട്ടേഷൻ. അപ്പോൾ രണ്ട് ബോഡിയും കൂടെ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്താണ്, സെൻട്രിപിറ്റൽ ഫോഴ്സ് ആണ്. അപ്പോൾ സെൻട്രിപിറ്റൽ ഫോഴ്സ് നമുക്ക് എങ്ങനെ എടുക്കാം, mv²/r അല്ലേ, ഇസ് ഈക്വൽ ടു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഫോർമുല എന്താണ്, F = g × m1 m2 ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ ഞാൻ സെൻട്രിപിറ്റൽ ഫോഴ്സ് എടുക്കുന്ന സമയത്ത് ഒരു മാസ് എടുത്താൽ m × v²/r ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ രണ്ട് മാസിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ്, രണ്ട് മാസിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് 2r ആണ്. അപ്പോൾ m × m m² കിട്ടും. രണ്ട് മാസിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് 2r². അപ്പോൾ സിംപ്ലിഫൈ ചെയ്ത് എളുപ്പമാണ്. അപ്പോൾ mv²/r = g m²/4r² എന്ന് കിട്ടും. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ v = √gm/4r എന്ന് കിട്ടും. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ അല്ലേ? ഇനി 2 bodies of masses m and 9m are placed at a distance r apart. The gravitational potential at the point of the line joining them where their gravitational field is 0. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ആണ് 0 എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ? നമുക്ക് രണ്ട് മാസസ് എടുക്കാം. ഏതൊക്കെ മാസസ് ആണ്? ഒന്ന് എമ്മും ഒന്ന് 9m. ഓക്കെ അല്ലേ? എമ്മും 9m തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് വേണമെങ്കിൽ 6 എന്ന് എടുക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടത് ഈ രണ്ട് മാസിൻ്റെ ഇടയ്ക്ക് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് 0 എന്നാണ്. അപ്പോൾ ഞാൻ എടുക്കാം ലെറ്റ് പോയിന്റ് പി എന്ന് എടുക്കാം. അപ്പോൾ എം എന്ന് പോയിന്റ് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് h എന്ന് എടുത്താൽ റിമൈനിങ് ഡിസ്റ്റൻസ് എന്താവും, r - h ആവും. ഓക്കെ അല്ലേ? അപ്പോൾ ഇനിഷ്യലി എമ്മും 2m നമ്മുടെ ഡിസ്റ്റൻസ് 6 ആണ്. അപ്പോൾ ഒരു പോയിന്റ് പി എന്നുള്ളത്, ആ പോയിന്റ് പിയിലാണ് നമ്മളെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് 0 ആവുന്നത്. അപ്പോൾ എം എന്ന് പോയിന്റ് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് h ആണെങ്കിൽ റിമൈനിങ് ഡിസ്റ്റൻസ് r - h ആയിരിക്കും. എന്നാൽ നമുക്ക് സിമ്പിളായിട്ട് ഈ ഫോർമുല യൂസ് ചെയ്യാം. ഫസ്റ്റ് ഗ്രാവിറ്റേഷണൽ ഫീൽഡിൻ്റെ ഫോർമുല എന്താണ്, gm/r² ആണല്ലേ? അപ്പോൾ ഇവിടെ gm പോയിന്റ് പിയിലേക്കുള്ള ദൂരം, അപ്പോൾ gm/h² = g × 9m എന്ന് പോയിന്റ് പിയിലേക്കുള്ള ദൂരം എത്രയാണ്, r - h². ഇത് ഭയങ്കര സിമ്പിളാണ്. ഇവിടെ നിങ്ങൾ കാണാൻ പറയാം g ക്യാൻസൽ ആവും, m ക്യാൻസൽ ആവും, 9 ഉണ്ട്, ബാക്കി ഡിനോമിനേറ്ററൊക്കെ സ്ക്വയർ ആണ് അല്ലേ? അപ്പോൾ നമുക്ക് സ്ക്വയർ റിമൂവ് ചെയ്യുമ്പോൾ 9 3 ആയിട്ട് മാറും. അപ്പോൾ r - h/h, r - ഇങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ r - h/h = 3 എന്ന് കിട്ടും. അപ്പോൾ therefore h = r/4 എന്ന് കിട്ടും. ഇവിടെ നിന്ന് കിട്ടും h = r/4. ഇനി നമുക്ക് പൊട്ടൻഷ്യലാണ് കണ്ടുപിടിക്കേണ്ടത്. ഇലക്ട്രിക് ഫീൽഡ് 0 ആണെങ്കിൽ പൊട്ടൻഷ്യൽ 0 ആവണമെന്നല്ല. ഓക്കെ, അപ്പോൾ പൊട്ടൻഷ്യൽ ഫോർമുല -gm/r ആണ്, മൈനസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പൊട്ടൻഷ്യൽ അറ്റ് പോയിന്റ് പി ഫോർ m കണ്ടുപിടിക്കണം. അപ്പോൾ ഫോർമുല -gm/h. ഇനി ഫോർ 9m എന്നാണെങ്കിലോ g × 9m/ ആ പോയിന്റ് പിയിലേക്കുള്ള ദൂരം എന്താണ്, r - h. ഇനി എച്ചിൻ്റെ വാല്യൂ r/4 കൊടുക്കുക. അപ്പോൾ എച്ചിൻ്റെ വാല്യൂ r/4 കൊടുക്കുക. ഇത് സിംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ ആൻസർ -16 gm/r എന്ന് കിട്ടും. ഓക്കെ ആണോ? ഇതുവരെ ക്ലിയർ ആണോ? ശരി, ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. നമ്മൾ ഗ്രാവിറ്റിയുടെ ഹൈറ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അറ്റ് വാട്ട് ഹൈറ്റ് the height at which the acceleration due to gravity becomes 1/16 of the on the earth surfaces. അപ്പോൾ ഹൈറ്റ് വേണം, g എത്രയായി, 1/16. അപ്പോൾ നമുക്കറിയാം g അറ്റ് എനി ഹൈറ്റ് ഫോർമുല g(h) = g / 1 + h/r² ആണ്. ഇപ്പോൾ g എത്ര ആയിട്ട് മാറി,
ജി ഓഫ് ഹൈറ്റ് വന്നിട്ട് എത്രയായിട്ട് മാറി? ഒറിജിനൽ ജീൻ്റെ 16 ടൈംസ് ഇല്ലേ? അപ്പോൾ ജി ഓഫ് എച്ച് നമുക്ക് ജി ബൈ 16 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ജി ബൈ 16 ഈസ് ഈക്വൽ ടു ജി ഡിവൈഡ് ബൈ 1 പ്ലസ് എച്ച് ബൈ ആർ ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇവിടുത്തെ ജി ക്യാൻസൽ. ഇവിടെ സ്ക്വയർ ഉള്ളതുകൊണ്ട് 16 സ്ക്വയർ റിമൂവ് ചെയ്യുമ്പോൾ 16 4 ആയിട്ട് മാറും. മനസ്സിലായി? അപ്പോൾ 1 പ്ലസ് എച്ച് ബൈ ആർ ഈക്വൽ ടു 4 എന്ന് കിട്ടും. ഈ 1 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ 4 മൈനസ് 1 3 ആയിട്ട് മാറും. അപ്പോൾ എച്ച് എന്നുള്ളത് 3 ടൈംസ് ഓഫ് ആർ എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ എച്ച് എന്നുള്ളത് 3 ടൈംസ് ഓഫ് ആർ എന്ന് കിട്ടും. ഓപ്ഷൻ സി കിട്ടും. ഇനി 34, a certain planet is 8 times as massive as the earth, its radius is 18, റേഡിയസ് 18 എന്ന് തന്നിട്ടുണ്ട്, പ്ലാനറ്റിൻ്റെ മാസ് 8 എന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എസ് കെ വെലോസിറ്റി ഓഫ് എർത്ത് തന്നിട്ടുണ്ട്, എസ് കെ വെലോസിറ്റി ഓഫ് പ്ലാനറ്റ്. അപ്പോൾ എസ് കെ വെലോസിറ്റി ഓഫ് എർത്തിൻ്റെ ഫോർമുലയാണ് √2gr എന്ന് എടുക്കാം, അല്ലെങ്കിൽ ഈ ഫോർമുല ഇങ്ങനെ എഴുതാം, 2 ഇൻറ്റു ജി എം ബൈ ആർ എന്ന് എടുക്കാം. അപ്പോൾ ഈ ഫോർമുലയാണ് ഞാൻ രണ്ടാമത്തെ ഫോർമുലയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ അല്ലേ? ഇവിടെ 2ഉം ജിയും കോൺസ്റ്റൻ്റ് ആണ്, എം ഇ ബൈ ആർ ഇ. അപ്പോൾ വെലോസിറ്റി ഓഫ് പ്ലാനറ്റ് ബൈ വെലോസിറ്റി ഓഫ് എർത്ത് എഴുതുമ്പോൾ മാസ് ഓഫ് ദ പ്ലാനറ്റ് ബൈ മാസ് ഓഫ് ദ എർത്ത് ഇൻറ്റു റേഡിയസ് ഓഫ് എർത്ത് ബൈ റേഡിയസ് ഓഫ് പ്ലാനറ്റ്. ഇത് മനസ്സിലായോ? കാരണം എസ് കെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു √ മാസ് ബൈ റേഡിയസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ വെലോസിറ്റി ഓഫ് പ്ലാനറ്റ് എന്ന് പറയുമ്പോൾ മാസ് ഓഫ് പ്ലാനറ്റ് ബൈ റേഡിയസ് ഓഫ് പ്ലാനറ്റ്, വെലോസിറ്റി ഓഫ് എർത്ത് എന്ന് പറയുമ്പോൾ റിവേഴ്സിൽ വരും. ഇനി മാസ് ഓഫ് ദ പ്ലാനറ്റ് എന്ന് പറയുന്നത് 8 ടൈംസ് മാസ് ഓഫ് ദ എർത്ത് ആണ്, അപ്പോൾ അവിടെ 8 കൊടുത്താൽ മതി. റേഡിയസ് ഓഫ് ദ പ്ലാനറ്റ് എന്ന് പറയുന്നത് 1/8 ഓഫ് റേഡിയസ് ഓഫ് എർത്ത് ആണ്, അപ്പോൾ 1/8 മേളിലോട്ട് എത്തും. അപ്പോൾ √8 ഇൻറ്റു 8 എന്താണ്? 8 ആണ് ആൻസർ കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വെലോസിറ്റി ഓഫ് പ്ലാനറ്റ് എന്നുള്ളത് 8 ടൈംസ് വെലോസിറ്റി ഓഫ് എർത്തിൻ്റെ സ്പീഡ് എത്രയാണ്? 11.2 കിലോമീറ്റർ. അപ്പോൾ ഇൻറ്റു 8 ചെയ്യുമ്പോൾ 89.6 എന്ന് കിട്ടും. അപ്പോൾ 34 ഓപ്ഷൻ സി ആണ്. ഇതുവരെ ക്ലിയർ ആണോ? ശരി, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. നമുക്ക് ഈ ക്വസ്റ്റ്യനോട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, ഇത് നമുക്ക് വേ ഒപ്റ്റിക്സ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് 2 ലൈറ്റ് ബീംസ്, അതിന് ഇൻറ്റൻസിറ്റി വന്നിട്ടുണ്ട് ഐയും 4i. ദേ പ്രൊഡ്യൂസ് ആൻ ഇൻ്റർഫെറൻസ് ഓൺ ദ സ്ക്രീൻ. ദ ഫേസ് ഡിഫറൻസ് വിത്ത് ദ ബീം ഈസ് π/3 അറ്റ് പോയിൻ്റ് എ. അപ്പോൾ പോയിൻ്റ് എയിൽ അതിൻ്റെ ആംഗിൾ വന്നിട്ടുണ്ട്, ഫേസ് ഡിഫറൻസ് π/3 ആണെന്ന്. അറ്റ് പോയിൻ്റ് ബിയിൽ 180 ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോർമുല ഇതാണ്. ഇത് നമ്മൾ എവിടെ നിന്ന് കിട്ടിയത്? ആംപ്ലിറ്റ്യൂഡിൻ്റെ ഫോർമുലയാണ്. നിങ്ങൾക്കറിയാം ആംപ്ലിറ്റ്യൂഡിൻ്റെ ഫോർമുല ഓർക്കുന്നുണ്ടോ? റിസൾട്ടൻറ്റ് ഫോർമുല R = a² + b² + 2ab cos θ ആണ്. അപ്പോൾ ഇത് ഇൻറ്റൻസിറ്റിയിൽ എഴുതുമ്പോൾ നമുക്കറിയാം ഇൻറ്റൻസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ആംപ്ലിറ്റ്യൂഡ് ആണ്. അപ്പോൾ a² എന്നുള്ളത് I1 എന്ന് എടുക്കാം, b² എന്നുള്ളത് I2 എന്ന് എടുക്കാം. അപ്പോൾ എയും ബി എന്നുള്ളത് √I1 √I2. അപ്പോൾ ഫസ്റ്റ് വൺ ആംഗിൾ π/3 അല്ലേ? അപ്പോൾ ഇൻറ്റൻസിറ്റി ഞാൻ I1 = ഒരു ഇൻറ്റൻസിറ്റി I ഒന്ന് 4i ആണ്. അപ്പോൾ I + 4i + 2 ഇൻറ്റു I ഇൻറ്റു 4i ഇൻറ്റു cos π/3. ക്ലിയർ ആണോ? അപ്പോൾ I + 4i എന്ത് കിട്ടും? 5i എന്ന് കിട്ടും. പ്ലസ് ഇതെന്ത് കിട്ടും? 2 ഇൻറ്റു √4 2 ഇൻറ്റു I എന്ന് കിട്ടും. cos π/3 cos 60 ആണ് വരുന്നത് അല്ലേ? cos 60 എന്ന് പറഞ്ഞാൽ ആൻസർ എത്രയാണ്? cos 60 എന്ന് പറഞ്ഞാൽ 1/2 ആണ് അല്ലേ? ക്ലിയർ ആണോ? ശരി, അപ്പോൾ ഇവിടെ നിന്ന് ഈ 2ഉം ക്യാൻസൽ ആകുമ്പോൾ 5i + 2i. അപ്പോൾ ആൻസർ എന്ത് കിട്ടും? 7i എന്ന് കിട്ടും. ക്ലിയർ ആണോ? സിമിലർലി ബിയിലുള്ള ആംഗിൾ എത്രയാണ്? ക്വസ്റ്റ്യൻ പറഞ്ഞത് അറ്റ് ബി ദ ആൻസർ ഈസ് 180 ഡിഗ്രിയാണ്. അപ്പോൾ ബിക്ക് പൈ കൊടുക്കണം. അപ്പോൾ എഗെയിൻ ഇതേ ഫോർമുല എഴുതണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എഗെയിൻ I2 എന്ന് എഴുതാം. I2 = ഇതേപോലെ എഴുതാം, 5i + 2 ഇൻറ്റു 2i ഇൻറ്റു cos 180. ഓക്കെ, cos 180 എന്നുള്ളത് എന്താണ്? -1 ആണ് അല്ലേ? ക്ലിയർ ആണോ അല്ലയോ? അത് ഇത് ആംഗിൾ മാത്രമല്ലേ മാറത്തുള്ളൂ. നേരത്തെ അവിടെ cos π/3 ഇവിടെ എത്തുമ്പോൾ cos 180 എത്രയാണ്? -1 അല്ലടാ. അപ്പോൾ ഇതെന്ത് കിട്ടും? 5i - 4i എന്ന് കിട്ടും ഇല്ലേ? അപ്പോൾ 5i - 4i എന്ന് കിട്ടും. അപ്പോൾ 7i - i ആണ് കിട്ടേണ്ടത്. പക്ഷെ ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, അത് നോക്കിക്കൊള്ളാം. ആൻസർ ഓപ്ഷനിൽ 7i മിസ്റ്റേക്ക് ഉണ്ടോ ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ഓപ്ഷൻ 4 ഇട്ടിട്ടുള്ളത്, ട്രൈ ചെയ്ത് നോക്കാം. cos 60 എന്നുള്ളത് 1/2 തന്നെയല്ലേ അല്ലേ? പിന്നെ അത് പ്രോബ്ലം വരണില്ല, ബിക്കോസ് 0 1/2 cos 60 എന്നുള്ളത് 1/2 തന്നെയാണ്. sin 60 ആണ് √3/2. ഇപ്പോൾ 1/2 ആകുമ്പോൾ ഇവിടുത്തെ 2 പോവും. ക്ലിയർ അല്ലേ? 2ab cos θ തന്നെയാണ്. അപ്പോൾ ഇതിൽ
5y 4 + i 5y + 2 × 2y 2 × 2y കറക്റ്റ് 7i ഇത് i വരും ഇല്ലേ. ഇനി ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്യണം. അപ്പോൾ 7i - i എത്ര കിട്ടും? 6i ആണ് ആൻസർ. ബിക്കോസ് നമുക്ക് ഈ രണ്ടിൻ്റെ റിസൾട്ടൻ്റ് ആണ് വേണ്ടത് ഇല്ലേ, ഡിഫറൻസ് ആണ് വേണ്ടത്. അപ്പോൾ 7i - i ആൻസർ എന്ത് കിട്ടും? 6i എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇത് ചെക്ക് ചെയ്ത് നോക്കണേ. ഈ ലാസ്റ്റ് വൺ ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ബാലൻസ് ഞാൻ അടുത്ത സെഷനിലേക്ക് ഇടാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ചെയ്ത് നോക്കണം കേട്ടോ ഈ പ്രോബ്ലംസൊക്കെ. ഓക്കെ അപ്പം